അപ്പൊ ആശ്വി ഞാനിവിടെ ഇങ്ങനെ വടക്കൻ കേരളത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു. അപ്പൊ നമ്മള് കോഴിക്കോട് നമ്മള് കടപ്പുറത്ത് പൊളിക്കത്തില്ലേ, നമ്മള് പൊളിക്ക് 20-ാം തീയതി എല്ലാരും വൈകുന്നേരം 4 മണിക്ക് അങ്ങ് എത്തണം. നമുക്ക് വിളിച്ചു പറയണം. നമ്മുടെ ഏറ്റവും വലിയ പരിപാടി എന്തൊരു ആശ്വി, നമ്മൾ ഈ 1 ലക്ഷം ആൾക്കാർ ഒന്നിച്ച് വിളിച്ചു പറയുമ്പോ ഈ പൊന്നാവരം കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, ഈ അവൻ ഞെട്ടി വിറക്കണം. കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ചിളകി കഴിഞ്ഞാൽ അവന്മാര് പുഷ്പം പോലെ പറന്നു പോകും. അതാണ് പരിപാടി. ചീളി കേസാണ് നിങ്ങളെന്നുള്ളത്. അതിലെ പോലീസിനെ ഒന്ന് ശക്തമാക്കണം. അപ്പൊ എങ്ങോട്ടാ ഇനി നമ്മള് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് ഓഫ് യോഗക്കാർ വന്നിട്ടുണ്ട്. അവിടെ നാട്ടു വെളിച്ചം എന്ന് പറഞ്ഞ പാട്ടുകൂട്ടായ്മയുണ്ട്. അധികം ആളുകളുണ്ട് ഇവിടെ ബീച്ചിൽ നമ്മളെ കാണാനും നമ്മുടെ വിഷയത്തോടെ ഫ്രണ്ട്സ് ഓഫ് യോഗ. ഓ ഗുഡ് മോർണിംഗ്. യോഗ ദിനചര്യയുടെ ഭാഗമാക്കണം. വെള്ളാടി അരുത് ലഹരി, അരുത് അക്രമം. എന്തായാലും നന്നായി. ഫ്രണ്ട്സ് ഓഫ് യോഗ. അപ്പൊ നന്നായി, അത് നന്നായി. അപ്പൊ നമുക്കിനി ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്തുണ്ട് യോഗ ദിനചര്യയുടെ ഭാഗമായിട്ട് നടക്കുകയാണ്. കേൾക്കാൻ വേണ്ടി 7 വാർത്ത നിൽക്കുമ്പോഴാണ് എസ് കെ വരുന്നത്. പെട്ടെന്ന് അതല്ലേ. ഓക്കെ, അത് നന്നായി നന്നായി. അപ്പൊ നിങ്ങൾ എല്ലാരും യോഗ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ യോഗയുടെ ഒരു പ്രാധാന്യം നിങ്ങൾ ജനങ്ങളോട് എങ്ങനെ പറയും? യോഗയിലൂടെ പല മാറ്റങ്ങളും നമുക്ക് ഡെയിലി റൂട്ടീനിൽ കൊണ്ടുവരാൻ പറ്റും. ലൈഫില് കുട്ടികളിൽ അത് കൊണ്ടുവരണം. ആ ശീലം സ്കൂളിലും ചെറുപ്പത്തിലേ അത് വന്നാലേ അത് നമ്മുടെ ലഹരിക്കാരെ ചെറുക്കാൻ പറ്റുമോ യോഗ കൊണ്ട്? പറ്റുമോ? എങ്ങനെ പറ്റും? ദിനചര്യയുടെ ഭാഗമാക്കുക. രാവിലെ അവര് നേരത്തെ എണീക്കും. എന്തായാലും എത്ര മണിക്കാ യോഗ ചെയ്യുന്നത്? കറക്റ്റ് 6 മണിക്ക് സരോവരത്തുണ്ട്. 6 മണിക്ക് തുടങ്ങും. 6 മണിക്ക്. അതിന് 4 അയലത്ത് വരത്തില്ലെന്നാരോ പറഞ്ഞില്ല. ഞങ്ങൾ 5 മണിക്ക് എണീക്കും. യോഗ ചെയ്താല് ലഹരി 4 അയലത്ത് വരില്ല. യോഗ ചെയ്താൽ ലഹരിയായി മാറും. യോഗ ലഹരിയാ അല്ലേ? അപ്പൊ ഇവരൊക്കെ യോഗ ഞങ്ങളെല്ലാം സരോവരം പ്രാർത്ഥന. നല്ലൊരു അന്തരീക്ഷമാണ് കോഴിക്കോട്ടുകാരുടെ ഈ ആത്മ. ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു സന്ദേശം, ഇത് നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റിട്ട് 18 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. 18 വർഷമായിട്ട്. അത് ഞങ്ങളത് സൗജന്യമായിട്ടുള്ള പ്രസ്ഥാനമാണ്. ഞങ്ങളൊരാളാണ് കോഴിക്കോട് 18 വർഷമായിട്ട് സൗജന്യമായിട്ടൊരു പ്രസ്ഥാനം. സാറ് KLF വന്ന സമയത്ത് ഞാൻ സാറെ കണ്ടപ്പോ മനസ്സിലായി. അപ്പൊ ഞങ്ങൾ ഇതിനിടെ 18ാം വാർഷികമൊക്കെ നടത്തിയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാല് യോഗ ദിനചര്യയുടെ ഭാഗമാക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ MDMA ആവശ്യം വരില്ല, പിന്നെ ഒരു ലഹരിയും വേണ്ട. ഇനി അഥവാ യോഗ തന്നെയാണ് ലഹരി, യോഗയാണ് ലഹരി. ചോദിക്കാം, യോഗ തന്നെയാണോ ലഹരി? ആചാര്യനാ? അങ്ങനെന്താ ഇതിനെ കുറിച്ച് പറയുന്നത്? യോഗയെ കുറിച്ച് യോഗ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു മാലിന്യവും കടത്തിവിടാൻ അനുവദിക്കൂല. ലഹരി ഒരു മാലിന്യമായിട്ടാണോ അങ്ങ് കാണുന്നത്? ലഹരി ശരിക്കും ഒരു മാലിന്യം തന്നെയാണ്. പക്ഷെ അത് ലഹരി നമുക്ക് ഗുണമുള്ള മാലിന്യമല്ല, ഗുണമായി മാറ്റണം. യോഗ ലഹരി അത് ഗുണാക്കി മാറ്റുകയല്ലേ. അപ്പൊ എന്തായാലും യോഗ ശീലിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. ഒരുപാട് ആൾക്കാരുണ്ട്. സ്ത്രീജനങ്ങളൊക്കെ ഇത് ശക്തമായിട്ട് തന്നെ ഞങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ കാര്യം. ഈ ചേട്ടന് യോഗയാണോ? മുന്നിട്ട് ഇറങ്ങി നിന്നതിന് വളരെയേറെ സന്തോഷം. പ്രധാന വിഷയം ലഹരിയല്ല, രാസലഹരി. ഇത് ഇറങ്ങിയത് തന്നെ വലിയ നമ്മളെല്ലാവരും ഒന്നിച്ചാ. നമ്മളെ കോഴിക്കോട് നമ്മളെ അലക്കി പൊളിക്കും. MDMA കാരൻ സ്ഥലം വിടും അല്ലേ? നടത്തം വരൂ. കുട്ടാ, നീ എന്താ പേര്? ആൽവിൻ. എന്നെ കൂടെ കൊണ്ടുപോകും ഇതിനകത്ത്. പറ്റുമോ? നീ വിട്ടോ. അടിപൊളി. ഓക്കെ. ഇവിടെ അല്ലേ? ഇതാരാ മക്കളെ? ഇതാരാ? കളരി യോഗ കളരി. ഓ കളരി. ഗുരുക്കളുടെ ഗുരുക്കളെ അത് കരയ്ക്ക്. അടിപൊളി. അപ്പൊ നമ്മളെ കോഴിക്കോട്ടെ കളരി മണ്ണിലേക്ക് സ്വാഗതം. ഞാൻ ആർക്കും എടുത്തൊരു വെട്ടുപെട്ടിയായിരുന്നു. തീർച്ചയായിട്ടും പഴയ കളരിയാണ്. അറിയാലോ? ഓ കളരിയാണ്. നമ്മളെ കളരി തന്നെ നമ്മളെ കളരി തന്നെ കുറെ ചവിട്ടിച്ചൊക്കെ ചെയ്താ. നമ്മൾ വിചാരിച്ചാൽ വെയിറ്റാ. നമ്മളൊരു ഇടലക്കുട്ടത്തിന് അത്ര വെയിറ്റ് ഉള്ളൂ. നല്ല അപ്പൊ നമ്മുടെ വെയിറ്റ് കൂടുതലാ. ഗോപി പഠിച്ചിട്ടുണ്ടോ കളരി? ഇല്ല. പഠിക്കേണ്ടി വരും തോന്നുന്നു. ഒന്ന് പരീക്ഷിക്കുന്നെങ്കിൽ ഗോപിക്ക് നല്ലതാണ്. കോഴിക്കോടൊക്കെ കളരിയുടെ പഴയ പുരാതന കേന്ദ്രം. പിന്നെ നമ്മൾ 100 വർഷമായിട്ട് കോഴിക്കോട് ഇപ്പം നിരന്തരം ചെയ്തുകൊണ്ട് നമ്മളെ 8 വീട്ടിൽ പിള്ളമാരുടെ താവഴിയാണ് നമ്മൾ ഉയർത്തുന്ന രാസലഹരിയും കളരിയും തമ്മിലുള്ള ബന്ധം. തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു രക്ഷിതാക്കൾ കൊടുക്കേണ്ട ആദ്യം പ്രൈമറി കൊടുക്കേണ്ട ഒരു വിദ്യാഭ്യാസമാണ് കളരി എന്ന് പറഞ്ഞത്. ശാരീരികമായും മാനസികമായും കുട്ടികൾ വളരണമെന്നുണ്ടെങ്കിലും ശാരീരികത്തിന് ഉന്മേഷം കിട്ടണമെങ്കിലും അതുപോലെ തന്നെ അവർക്കുള്ള തീർച്ചയായിട്ടും അവർ എങ്ങനെ
ജീവിതം കെട്ടിപ്പടുക്കണം എന്നുള്ള കളരിയിലൂടെയാണ് കിട്ടുന്നത്. അടിത്തറയായിട്ട് തീർച്ചയായും ഉറുമിപ്പായിട്ടും എല്ലാം നമ്മളിപ്പോ കാണിക്കും, ഇവിടെ എല്ലാം കാണിക്കും. രക്ഷിതാക്കളാണ് കുട്ടികളെ ഇതുപോലത്തെ മായോധന കലയിലേക്ക് കൊണ്ടുവരേണ്ടത്. എന്നാലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാ കുട്ടികളും ഉടനെ പഠിപ്പിക്കുക എന്നുള്ള, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള, അതിന്റെ കൂടെ ശരീര സംരക്ഷണ രീതികളൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെ പ്രിക്കോഷൻസ് കൊടുക്കുന്നില്ല. അതാണ് അതിന് ആവശ്യം. നമ്മൾ വയനാട് നിന്നാ, അപ്പൊ ഒരു ഉറുമിക്കാരൻ ജസ്റ്റ് അടുത്തുകൂടാ. കാച്ച് മാറി ഇവിടെ കളരി സംഘം, താങ്കൾ സ്ക്രീനിലോട്ട് കയറല്ലേ. എന്തായാലും സൂപ്പറായി. ആഷ്മിക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ, നമ്മളെ രണ്ടും കൂടെ വെട്ടിയപ്പോ നമ്മൾ പൊങ്ങി ചാടിയില്ല. ഓക്കെ, സൂപ്പറായി. അല്ല നമ്മൾ ഓൾറെഡി കളിച്ചു. പക്ഷേ ചേട്ടന്റെ ഉറുമി കുറച്ച് കടുപ്പോ, അതിന്റെ കീഴ്ത്തകണം വിട്ടുപോയ തല പോയത് തന്നെ. കുട്ടിയുടെ കളരി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഈ ഭാർഗവ കളരി സംഘം ഇത് കോഴിക്കോട് അല്ലേ? ഭാർഗവ കളരി സംഘം എന്തായാലും സംഭവം സൂപ്പറാ. മക്കളെ കളരി എങ്ങനെയുണ്ട്? പറയും സൂപ്പറാണോ? എല്ലാരും പഠിച്ചു അല്ലേ? ഓക്കെ, അതെന്തായാലും സംഭവം സൂപ്പറായി കേട്ടോ. നമ്മളെ ഒരു ധീരയായ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻ ഉണ്ട് നമ്മളെ. എങ്ങനെ അവള് നേരിടും ശക്തമായ രീതിയിൽ, അത് കാണിക്കോ? ഓടിക്കോ. ക്യാമറ കൊതിയുള്ളവരൊക്കെ മാറിക്കോളൂ. ആ ക്യാമറ മാറിക്കോളൂ. ഓക്കെ, പെൺപട. ഓക്കെ, റെഡി. ആ ഓക്കെ. ആ റെഡി. ഇവിടെ ഉണ്ടോ? റെഡി. ആ ഓ ഒരു രക്ഷയില്ല. ഓ ഇത് കിടില കേസാ. കിടില. ആ ഓക്കെ. പേരെന്താ? ഞങ്ങള് പേടിച്ചുപോയി. ശരിക്കും ഞങ്ങള് പേടിച്ചുപോയി. ഇതാണ് പെൺപട എന്ന് പറയുന്നത്. മാറി എന്തില്ലെങ്കിലേ അല്ല, കുറച്ചുപേരെ നമുക്ക് ലഹരിക്കാരെ ഓടിക്കാൻ വേണം അല്ലേ? എന്തായിരുന്നു വെട്ട്? ഞങ്ങളുടെ ഉദ്ദേശം ഇങ്ങനെ തന്നെയാണ്. വരും തലമുറ എങ്ങനെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷ നേടണമെന്ന് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ വെട്ടിയിട്ട് ഒരു തൊഴി കൂടെ ഉണ്ടായിരുന്നു അതിന് ബോണസായിട്ട്. മോളെ സൂപ്പറായി കേട്ടോ, മോളെ സൂപ്പറായി. മാത്രമല്ല മോളെ പോലെ 10-100 പേര് ഇറങ്ങിയാല് ഒരുവിധമുള്ള MDMA-കാരെ സ്ഥലം. ഓക്കെ, അത് നമ്മൾ 20 ഉച്ച കഴിഞ്ഞ് കാണണം 4 മണിക്ക്. നമുക്കൊരു ചാർജ് ചെയ്യണം. നമ്മളിന്റെ കിഴുത്തു ഇരിക്കുകയായിരുന്നു. അതായത് തലപ്പൊക്കം ഉണ്ടായിരുന്നു. ഓക്കെ.